ഈ കഥയിൽ കഥാപാത്രങ്ങളുമായി ഇപ്പോഴുള്ളതോ മുന്നേ ഉണ്ടായിരുന്നതുമായ യാതൊന്നുമായും ഒരു സാമ്യവുമില്ലെന്നും അഥവാ തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികമാണെന്നും അറിയിച്ചു കൊള്ളട്ടെ. സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് വാട്ടർഫോർഡിന്റെ അഭിമാനമായ നമ്മുടെ വനിതാ സമാജം അംഗങ്ങൾ ഒരുക്കുന്ന ഒരു മനോഹരമായ സ്കിറ്റിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊള്ളു. അതിന് തൊട്ട് മുൻപായി നമ്മുടെ വനിതാ സമാജത്തിന്റെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില സവിശേഷ സ്വഭാവങ്ങൾക്ക് ഉടമകളായിട്ടുള്ള എന്നാൽ മറ്റാരും ആദരിക്കപ്പെടാൻ ഒരു ചാൻസുമില്ലാത്ത 5 വനിതാരത്നങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമാജത്തിന്റെ സാമ്പത്തിക അവസ്ഥ ശോചനീയമായതിനാൽ പൂച്ചെണ്ടുകൾക്കും പൊന്നാടുകൾക്കും പകരം കയ്യടിയും സ്നേഹവും നൽകിക്കൊണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മൾ ആദരിക്കുന്ന വ്യക്തി കാലങ്ങളായി നമ്മുടെ പള്ളിയിലെ എല്ലാ പരിപാടികളിലും നമ്മുടെ തലണിമണികൾ അവരുടെ പാചക വൈദഗ്ധ്യം പഴയ തിരുമേനിയും ഷെഫ് പിള്ളയെയും പോലും വരുന്ന രീതിയിൽ കാണിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഞ്ഞി പോയിട്ട് ഒരു കട്ടൻ ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഈ വർഷം വനിതാ സമാജം നടത്തുന്ന കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കണമെന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മുടെ സ്വന്തം കിഴങ്ങണ്ടത്തിൽ ത്രേസ്യ. മത്സരത്തിന്റെ പ്രാക്ടീസുകാരന് കെട്ടിയോരും പിള്ളേരും വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിപ്പ് ഒഴിവാക്കി എന്നാണ് കേട്ടത്. അടുത്തതായി നമ്മൾ ക്ഷണിക്കുന്നത് ഏതൊക്കെയോ ഗ്രൂപ്പ് സോങ്ങുകളിൽ തല കാണിച്ചതിനെ തുടർന്ന് സ്വയം ചിത്രചേച്ചിയായി പ്രഖ്യാപിച്ചു നടത്തുന്ന ഈ കക്ഷി അയർലൻഡിലെ കൊടും തണുപ്പിൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പുഴയും കടവും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഇറങ്ങിയ ഐസായി പോകുമെന്നുള്ളത് കൊണ്ട് ബാത്ടബിൽ ചൂടുവെള്ളം നിറച്ച് സാധനം ചെയ്ത് കെട്ടിയോടെയും പിള്ളേരെയും ഒട്ടും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ABC എഴുതാൻ അറിയില്ലെങ്കിലും ഹിന്ദുസ്ഥാനി പഠിക്കാനായി ഗ്വാളിയാറിലേക്ക് പോകാനുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ. എന്റെ അമ്മോ, സിംഹത്തിന്റെ പടയിലെങ്ങാനും പോയി പെടാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ലിലി ടോമി. അടുത്തതായി നമ്മൾ ക്ഷണിക്കുന്നത് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അതിലെല്ലാം താനും ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ള സർവകലാവല്ലഭയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു നടക്കുന്ന നമ്മുടെ ലേഡി സരോജ് കുമാർ. എന്റെ തല എന്റെ ഫുൾഫിഗർ, വളരെയധികം ആരാധകരുണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന എന്നാൽ ഏത് പരിപാടി അവതരിപ്പിച്ചാലും പൊളിഞ്ഞ ചരിത്രം മാത്രം. പൊന്നാടിയും നോട്ടുമാലയും എല്ലാം കിട്ടുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന നമ്മുടെ ഈ കക്ഷിക്ക് പക്ഷേ ചീമുട്ടേറും ചെരുപ്പേറും മാത്രമാണ് കിട്ടാറ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട കണ്ടൻ ചാടി ഓമന. ഇനിയും ഉദയം എഴുതുകയാണെങ്കിൽ തനിക്കും ചുളവിൽ ഫേമസ് ആകാമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നു.
അടുത്തതായി നമ്മൾ ക്ഷണിക്കുന്നത് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തന്നെ വരാൻ ആരുമില്ലെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ ഈ കക്ഷി അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മിസ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാവത്തിനായില്ലെന്ന് തോന്നുന്നു. സൗന്ദര്യ മത്സരങ്ങൾക്ക് അല്പം ബുദ്ധിയും കൂടി വേണമെന്ന്. കക്ഷി പക്ഷേ ഇപ്പോൾ രണ്ടു നേരം കുങ്കുമപ്പൂ ഇട്ട പാനയെ കുടിക്കും. കുങ്കുമപ്പൂ ചന്ദ്രമഴ സീരിയലേ കാണും. കസ്തൂരി മഞ്ഞൾ ചന്ദ്രമിട്ടേ കുളിക്കും. വീട്ടിൽ വാങ്ങി വെക്കുന്ന അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും എല്ലാം ചേച്ചിയുടെ മുഖത്ത് വാരിത്തേച്ച് വീട്ടിൽ എല്ലാവരും പട്ടിണിയായിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്ത് മുഖം വെളുത്തില്ലെങ്കിൽ കുടുംബം വെളുത്തു തുടങ്ങി. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം മായ മോഹി. ക്ഷണിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയാണ്. ദീർഘകാലമായി നമ്മുടെ വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്ന ജഡ്ജി അല്ലാത്ത നമ്മുടെ ജഡ്ജിയാണ്. എന്താണ് ഞാൻ ഇങ്ങനെ വിശേഷിപ്പിച്ചതെന്നാവും നിങ്ങൾ കരുതുന്നത്. ഒരു വക്കീലാകണമെന്നതായിരുന്നു നമ്മുടെ ഈ വ്യക്തിയുടെ ആഗ്രഹം. എന്നാൽ അത് സാധിച്ചില്ല. ആ മോഹം തീർക്കാനായി ഏത് പരിപാടിക്ക് പോയാലും ഒരു കറുത്ത കോട്ട് പിടിച്ചുകൊണ്ടാണ് ഇവരുടെ നടത്തം. നിയമപുസ്തകങ്ങൾ എല്ലാം ആൾക്ക് മനഃപ്പാടമാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും ജഡ്ജായി ഇരുന്ന് തന്റെ വിഷമം തീർക്കുകയാണ് ഇവരുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി. പേരിന്റെ അറ്റത്ത് മാത്രം തറവാടത്തം കൊണ്ട് നടക്കുന്ന നമ്മുടെ സ്വന്തം ജഡ്ജിയാണ് ആനി ജോൺ തറവാടി. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അതിനായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജിയെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുമ്പിൽ ഞങ്ങൾ വെക്കുന്നു. സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും നീ ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്നപ്പോൾ 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞു. IPC സെക്ഷൻ 482, 483, 484 പ്രകാരം വിശ്വാസവഞ്ചന, സത്യവിരുദ്ധ പ്രസ്താവന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ശിക്ഷ ലഭിക്കേണ്ടിയിരുന്ന പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പ്രവൃത്തികൾ ലൈഫ് ഇംപ്രിസൺമെന്റിനും ഡെത്ത് പെനാൽറ്റിക്കും കാരണമാകുന്നുവെങ്കിലും പരമോന്നത നീതിപീഠമായ ഈ കോടതി ഞങ്ങളെ അതിൽ നിന്നെല്ലാം മാപ്പുസാക്ഷിയാക്കി വെറുതെ വിടണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. Dear our Lord, Amen. ദൈവത്തിന് സ്തുതി. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ, ലോക സംഭവങ്ങൾ അന്ത്യകാലത്തിന് നാണം കുറിക്കുമ്പോൾ, ക്ഷാമവും ഭൂകമ്പവും യുദ്ധവും യുദ്ധശ്രുതികളും ലോകമെമ്പാടും മുഴങ്ങി കേൾക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ രക്ഷകനായ പ്രാണപ്രിയൻ വീണ്ടും വരാൻ കാലമായി. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമുക്കൊരുങ്ങാം വിശുദ്ധരായി. വാട്ടർഫോർഡ് സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് വനിതാ സമാജം അംഗങ്ങൾ സമകാലീന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന നാടകാവിഷ്കാരം 10 കന്യകമാർ. നമ്മൾ അല്പം താമസിച്ചെന്ന് തോന്നുന്നു. വേഗം വരൂ. ആരും കാണില്ലല്ലോ. ശരിയാ, കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുക. ഇനി നമുക്കും എന്തേ അവർ അകത്ത് പോയി കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും പ്രാശ്ചിത്വവും മൂലം നാം നേടിയെടുത്തതാണ് ഈ സുദിനം. അതിനാൽ തന്നെ ഒരിക്കലും നമുക്കത് കൈവിട്ടു പോവുകയില്ല. എങ്കിലും മറ്റ് 5 പേരെ കൂടി കാണാറുണ്ടല്ലോ. ശരിയാ, എനിക്ക് എന്തോ ഭയം തോന്നുന്നു. ഭയക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല. നാം കൃത്യസമയത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കുന്നേ. അങ്ങനെയെങ്കിൽ നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് നമ്മുടെ പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ എവിടെയെല്ലാം പറ്റി നിരാശരായി നമുക്ക് മടങ്ങേണ്ടി വന്നാലോ? ഉറക്കം വരാതിരിക്കാനായി പ്രിയൻ വരും വരെ നമുക്ക് പാടി സ്തുതിച്ചുകൊണ്ടിരുന്നാലോ? When we
ഇപ്പൊ ലോൺ അടയ്ക്കാൻ കഷ്ടപ്പെടുകയാ. നന്നായി, അവർക്ക് അങ്ങനെ തന്നെ വേണം. എന്നതായിരുന്നു അവരുടെ ഒരു അഹങ്കാരം. നാട്ടില് കൊട്ടാരം എന്നിട്ടെന്നാ ഈ ലോണെല്ലാം അടയ്ക്കാൻ കിടന്നപ്പോൾ ആ പണി വരികയായിരുന്നു. എടി, നിന്നോട് വല്ല പൈസ ചോദിച്ചു വന്നോ ഒറ്റ പൈസ കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ആരും കൊടുക്കാൻ പോകുന്നു? ഇവിടെ കുടിക്കും. ഒന്ന് നിൽക്കണിയായി, ഞാനും കൂടി വരണം. ഓടി ഓടി നാട്ടു ഓടുന്നു. എത്ര നേരമായി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. നീ അത് ചെടിയില്ലെന്നതാ. അയ്യോ, ഞങ്ങൾ കേട്ടില്ല കേട്ടോ. ആട്ടെ, നീ എന്താ താമസിച്ചേ? ഓ, ഒന്നും പറയണേ. ഒരു റീൽസിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് യൂറോപ്പിൽ റെപ്രസെന്റേറ്റീവ് ചെയ്ത് സ്വിറ്റ്സർലൻഡ് വരെ പോയിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരേ നിർബന്ധം. ഇപ്പൊ വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും എല്ലാം മില്യൺസ് ഫോളോവേഴ്സ് എനിക്കുണ്ടെന്ന്. ഷൂട്ടിന് പോയപ്പോ എത്ര സെലിബ്രിറ്റീസ് ആയിരുന്നോ. അവർക്ക് എന്താണ് അഭിപ്രായം എന്നെ പറ്റി? ഒമ്പടി എല്ലാരും കൂടി പൊങ്കാലയിടുക. എന്നിട്ടാണ് നമ്മുടെ അടുത്ത് ഇവളുടെ ഈ പ്രകടനം. ഇതെന്താ കൂട്ടാണ്? നാലുമണി എത്തിയോട്ടോ. ഇത് അറിയാമെങ്കിൽ ഞാനൊരു കരാക്കൊക്കെ ആയിട്ട് വന്നോണ്ടില്ല. പക്ഷെ അതില്ല. അവൾ ഭയങ്കര ഭക്തകളാണ് ചെയ്യുന്നത്. കണ്ടില്ലേ വെള്ളവസ്ത്രധാരികളായിട്ട് വന്നിരിക്കുന്നത്? അല്ല, നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞ രണ്ടുപേരെ കൂടി കാണാനുണ്ടല്ലോ. അവര് നടന്നു കിടക്കുക. എന്റെ ഹസ്ബൻഡ് ജോലിക്ക് വല്ലതും പോയി തുടങ്ങി. ഓ, എന്റെ അച്ഛൻ്റെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. നാട്ടിൽ ഇട്ടുകൂടാൻ സ്വത്തുമില്ല. നിങ്ങൾക്കറിയാലോ, പേര് കേട്ട ആനക്കാട്ട് കുടുംബത്തിലെയാണ്. അങ്ങനെ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര എത്ര കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്നതാ. CEO കോഴ്സ് വരെ കൊടുക്കാമെന്നോട് പറഞ്ഞു. എന്നിട്ട് മച്ചായിരുന്നില്ല. ഞാനാ പറഞ്ഞേ പോകണ്ടാന്ന്. ഞങ്ങളുടെ വീട്ടിലെ കരയിൽ തൊട്ടി വിടാമോ 10 കിലോമീറ്റർ ജീവിക്കാം. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? എന്താ ഇത്രയും താമസിച്ചത്? ഒന്നും പറയരുത്. ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നോ? ഞാൻ ആ ഏത് പോലൊക്കെ സിജിയോടൊന്ന് ചോദിച്ചതാ. ഞാൻ ഒന്ന് 1 മണിക്കൂർ നേരത്തെ ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന്. അവൾ വന്നിരിക്കുന്ന 1.5 മണിക്കൂർ ലേറ്റ് ആയിക്കോല്ലോ. ചോദിച്ചപ്പോൾ പറയുക ലിപ്സ്റ്റിക്കും തപ്പി നിന്ന് നേരം പോകുന്നു. ഇതെനിക്കറിയാം, അവരിക്കിട്ട് ഒരു പണി തന്നതാണ് മനഃപൂർവ്വം. അല്ല പിന്നെ നമുക്ക് അവളെ അറിയത്തില്ല. ഓ, പിന്നെ വീട്ടിൽ വന്ന ഒരുങ്ങി തിരിച്ച് വന്നപ്പോൾ ഈ ഒരു നേരമാണ്. ചാരിറ്റി മലയാളി അസോസിയേഷനിൽ. ഓ, അതൊക്കെ ചോദിക്കാനുണ്ടോ? സാധാരണ കൊടുക്കുന്ന മാതിരി ഒരു 500 ആണ് കൊടുത്തേക്ക്. എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം ഇവിടെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഒരു 50 മാക്സിമം. അറിയാതെ ഒരു പൈസ പോലും കൂടി പോകല്ലേ. ഓക്കെ ഡാർലിംഗ്, ബൈ. ഓ, 500 യൂറോയോ? എന്തൊരു തള്ളാടി കാണുന്നു. അച്ഛായ ചായക്ക് ഭയങ്കര ബിസിനസ്സാണ്. നിങ്ങളിടയ്ക്കൊക്കെ ചായക്ക് ചെയ്യണം കേട്ടോ. അല്ല, ഇതൊക്കെയാണ് നമ്മുടെ പാലക്കാടിന്റെ ചായക്ക് എന്ത് കാണുന്നില്ലല്ലോ. ആ, ഞാനിവിടെ. ഹായ്, ഹലോ, നമസ്കാരം. നീ എവിടെയാണല്ലേ? ഞങ്ങൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോകും. അതാ താമസിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഈ ബ്രാൻഡ് സാധനങ്ങൾ ഇഷ്ടമാണ്. അച്ഛനാണെങ്കിൽ എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങിക്കാം. പിന്നെ എല്ലായിടത്തും ഒക്കെ കയറി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഇനോ ഞാൻ സാരി എടുക്കാത്തത്. സാരി ബ്രാൻഡിലായാലും കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് ക്രിസ്മസ് ഡിന്നർ ഞങ്ങളുടെ ഒരു ട്രഡീഷനാണ്. ക്രൗൺപാസിൽ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതും കഴിഞ്ഞിട്ടാണ് വന്നത്. ഇനോ ഞങ്ങളുടെ പുതിയ പോർഷൻ അതിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛനൊക്കെ പോയതേ ഉള്ളൂ. ഈ സമയം ഭയങ്കര ബിസിയല്ലേ. 5-6 മാസമായി പഴയതൊക്കെ വന്നിട്ട്. ചുരുക്കി വെച്ച് പ്രത്യേകം ക്ഷണിച്ചതുകൊണ്ടാണ് ഇന്നിവിടെ വരെ വന്ന് ഒന്ന് തലകാണിച്ചിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ബ്രാൻഡഡ് ധാരയുടെ റിവലിൻ്റെ കവറിൽ ദിലീപിൻ്റെ സാധനമായിട്ടുണ്ട് വന്നിരിക്കുക. പ്രിയ കന്യകമാരി, ഇതാ നിങ്ങളുടെ മണവാളൻ എഴുന്നള്ളുന്നു. വരൂ, നമുക്ക് വിളക്കുകൾ തെളിയിച്ച് അവനെ എതിരേൽക്കാം. ഇതേ യജമാനൻ വന്നെന്ന് തോന്നുന്നു. വരൂ, അവനെ നമുക്ക് എതിരേൽക്കാം. എന്ത് വെപ്രാളം വഴി പെണ്ണുങ്ങളെ. പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് വിളക്ക് കത്തിക്കാം. എണ്ണയുള്ള കൈ. ഓ, ഞാൻ കൊണ്ടുവരാൻ മറന്നു. നിന്റെ കയ്യിലുണ്ടോ? അയ്യോ, ഞാനും അതൊന്നും വന്നു. നീ ഇപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. കുറച്ച് എണ്ണ ഞങ്ങൾക്ക് കൂടി തരുമോ? ഞങ്ങൾ എടുക്കാൻ മറന്നു. കുറച്ച് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ വിളക്കിപ്പോൾ അണഞ്ഞു പോകും. അത് പിന്നെ
ഞങ്ങൾ തിരികെ തരാം. മറന്നുപോയതുകൊണ്ടല്ലേ ചോദിക്കുന്നത്? ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ്. അയ്യോ, ഞങ്ങളോട് വഴക്ക് തോന്നല്ലേ. ഇതിൽ നിന്ന് കുറച്ചെണ്ണം നിങ്ങൾക്ക് നൽകിയാൽ അത് നിങ്ങൾക്കും ഞങ്ങൾക്കും തിരിയാതെ വരും. അതിനാൽ നിൽക്കുന്നവരുടെ അടുത്ത് നിന്ന് ചെന്ന് വാങ്ങുന്നതല്ലേ നല്ലത്. വെള്ളെ വേലത്തോട് ഇറങ്ങിക്കോളും ഓരോ രൂപങ്ങൾ കണ്ടാലും എന്ത് ഭക്തിയും ഭയവും കയ്യിലിട്ടതല്ലേ. ചുരുക്കം പറഞ്ഞാൽ നീ ഒന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല അല്ലേ? ഞാൻ അപ്പഴേ പറഞ്ഞാൽ ഇവന്മാരോടൊന്നും ചോദിക്കേണ്ടതാണ്. ഓ, ഇതിനോടൊക്കെ ചോദിച്ച് സമയം കളയണ്ട. നമുക്ക് അപ്പുറത്ത് ഷോപ്പിൽ പോയി വാങ്ങിക്കാം. കമോൺ ഗേൾസ്. നീ ആരെടുക്കുന്നു? ഇതാ യജമാനൻ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്കും അവരോടൊപ്പം നമുക്ക് പ്രവേശിക്കാം. അയ്യോ, അവളുമാരെനിക്ക് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണം തലയെ കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നു. അല്ല അവർ അകത്ത് കയറി വാതിലടച്ചത് തോന്നുന്നു. അതോ നമ്മളെ പേടിച്ച് മുങ്ങിയതാണോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നു എന്ന് തന്നെയാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഞങ്ങൾ വന്നു. കടവ് തുറക്കും. ഞങ്ങൾ ഈ വാരത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയില്ലെന്നോ? വനിതാ സമാജത്തിന്റെ സെക്രട്ടറി, മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റോയ എന്നെയാണോ അറിയില്ലാത്ത? ഈ കഴിഞ്ഞ ദിവസമല്ലേ അവരെന്നെ പൊന്നാട നൽകി ആദരിച്ചത്. എന്നിട്ട് എന്നെ അറിയില്ലെന്നോ? അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വാതിൽ തുറക്ക്. അങ്ങനെയല്ലേ പരിചയപ്പെടുന്നത്. ബാക്കിയുള്ള നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാ. ഇവിടെ ഇങ്ങനെ ഈ തണുപ്പ് കൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. മര്യാദയ്ക്ക് വാതിൽ തുറക്കാവോ? എന്നെ അറിയുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ ഒരു പൊന്നും കുറിച്ചാ മാറ്റി കൊടുത്തത്. എന്നിട്ട് എല്ലാവരും നിർത്തി ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ FB യിൽ കിടപ്പുണ്ടല്ലോ. എന്നിട്ടാ ഞങ്ങൾ അറിയില്ലെന്ന് പറയുന്നത്. നീ ഇങ്ങോട്ട് മാറിക്കേടി. ഇല്ലാത്ത നേരം ഉണ്ടാക്കി ഇവിടെ വന്നപ്പോൾ വാതിൽ തുറക്കില്ലെന്നോ? ഞാൻ ആരാണെന്ന് അറിയാമോ? തുടർച്ചയായി പള്ളിയിലെ എല്ലാ മത്സരങ്ങളിലും ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്ന ആളാ. എന്നിട്ടാ എന്നെ അറിയില്ലെന്ന്. ഒന്ന് മാറൂ, ഞാൻ നോക്ക് ചെയ്യാം. നാട്ടിൽ ഞങ്ങൾ കൊടുത്ത സ്ഥലത്താണ് പള്ളി വെച്ചിരിക്കുന്നത്. എന്നെ അറിയാതിരിക്കാൻ എന്തായാലും വഴിയില്ല. സത്യം സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ ഞാൻ അറിയുന്നില്ല. കടന്നു പോകും ഇവിടെ നിന്ന്. നീ ഇത് പേടിച്ചു പോയോ? പിന്നെ ഇതിനേക്കാളും വലിയ അലർച്ച എന്നും വീട്ടിൽ കയറി വിളിച്ചിട്ടില്ല. പിന്നെയാ ഓ, ഇനിയിപ്പോ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വീട്ടിൽ പോയി കിടന്നിറങ്ങുകയും ചെയ്യാമായിരുന്നു. നിൽക്കൂ, നിങ്ങളുടെ പുത്രൻ ചെയ്യുന്നത് ആഭാരങ്ങൾ ഉപേക്ഷിക്കൂ. അവരുടെ ദിവസവും നാളുകളും എപ്പോൾ വരുമെന്ന് ആർക്കും അറിയില്ല. അയ്യോ, അതെന്താ ശബ്ദം? എനിക്ക് പേടി തോന്നുന്നു. ദൈവം നമ്മോട് സംസാരിച്ച മതി. വാ, നമുക്ക് അല്പനേരം നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ദൈവസനത്തിൽ വന്നിരിക്കാം. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർത്ത് കൊള്ളണമേ. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സാത്താന്റെ കിഴകളിൽ വീണു പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവമേ, അഹങ്കാരവും സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവും എല്ലാം ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ദൈവമേ, ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും പുറത്ത് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, തൂർത്തും ആർഭാടവും ജഡീക മോഹങ്ങളും എല്ലാം ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. അങ്ങനെ ഞങ്ങളെ നിന്റെ ദൈവരാജ്യത്തിൽ അവകാശികളാക്കി തീർക്കണമേ. ആമേൻ. കാരുണ്യവാനായ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഭൗതിക സുഖങ്ങൾ തേടി